ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലകൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം ഭാഗത്തിൽ ഗവർണർ വഹിക്കുന്ന ചുമതലകളുടെ പരിധി ഉൾപ്പെടുത്തും. ഗവർണറുടെ ചുമതലകളെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങളാണ് വിദ്യാലയങ്ങളെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളായതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മാനസ മനോജ് ചേരുന്നുണ്ട്. മാനസ, ഒരുപക്ഷെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത ഏറ്റവും ഉചിതമായൊരു തീരുമാനം ഗവർണറുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഇടം എന്താണ്, ഗവർണറുടെ ചുമതലകൾ എന്താണ്, പരിധികൾ എന്താണ്, ജനാധിപത്യത്തിന് മുകളിലല്ല ഗവർണറെന്ന് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന ഗവർണർ നടത്തുന്ന വർഗീയവൽക്കരണ നീക്കങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഈ പാഠഭാഗം ഉൾപ്പെടുന്നതിലൂടെ കഴിയുകയും ചെയ്യും. എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഗവർണർ RSS അജണ്ട മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ രാജ്ഭവനെ ഇടമാക്കിയ ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പും നിലവിൽ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളും ചുമതലകളും എന്താണ് എന്നത് പഠിക്കാൻ ഉതകുന്ന വിധത്തിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം മുതലായിരിക്കും ഇത്തരത്തിൽ പാഠപുസ്തകങ്ങളിൽ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ ഉൾപ്പെടുത്തുക. ഈ വർഷം 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പാഠപുസ്തകത്തിലെ 2ാം ഭാഗത്തിലാണ് ഈ അതായത് ഭരണഘടനാപരമായ ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടെ കാണിക്കുന്ന രീതിയിലുള്ള പാഠഭാഗം ഉൾപ്പെടുത്തുക എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് സുപ്രീം കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുകയായിരുന്നു എന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ അനിവാര്യമായി വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അതോടൊപ്പം തന്നെ വരുന്ന വർഷം അടുത്ത വർഷം 11, 12 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട്. ആ പാഠപുസ്തകങ്ങളിലും ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് ഉൾപ്പെടുത്തും എന്ന അറിയിപ്പാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.